ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ എറണാകുളത്ത് ആവുന്ന സമയത്ത് നമ്മുടെ ക്വാർട്ടേഴ്സിനടുത്തുള്ള ഒരു ചേച്ചി, അപ്പോൾ ഒരു ചേച്ചി മാത്രമല്ല, നമ്മൾ കുറച്ച് പേരായിട്ട് നമ്മൾ നല്ല അടുപ്പും സ്നേഹമൊക്കെ ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവർ നമുക്ക് ഫോൺ നമ്മൾ എപ്പോഴും വിളിച്ച് സംസാരിക്കുന്നില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വിളിച്ച് സംസാരിക്കും, ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി നമ്മൾ മെസ്സേജുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ഒരുപാട് വിഷമങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടോ. ഒരുപാട് വിഷമങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ജീവിതത്തിൽ അപ്പോൾ ചേച്ചി ഞാൻ ചിലപ്പോൾ നിങ്ങളോടൊക്കെ പറയാറുള്ളത് പോലെ തന്നെ ആ ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് കൊണ്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്നുള്ളത് കേട്ടോ. വേറെ നല്ല ചേച്ചി പറഞ്ഞു, നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ട്, ദൈവങ്ങളെ വിളിക്കുന്നുണ്ട്, എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ദൈവങ്ങളെ വിളിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വീട്ടിൽ നമ്മൾ വിളക്ക് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ ഉപവാസങ്ങൾ അല്ലെങ്കിൽ ഓരോ നമ്മൾ പറയില്ലേ ഏകാദശി എന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോയമ്പുകളും എല്ലാം നമ്മൾ വ്രതങ്ങളും എടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ച് പോവുക കുട്ടി എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ആ മാനസികാവസ്ഥ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കാരണം ഞാനും ചിലപ്പോൾ നിങ്ങളോട് പറയും, ഞാൻ പറയാറുണ്ട്, നെഗറ്റീവായിട്ട് ഞാൻ പറയല്ല, പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ മനുഷ്യനല്ലേ, നമ്മുടെ മനസ്സൊക്കെ എപ്പോഴാണ് പിടിവിട്ട് പോകുകയെന്നറിയില്ല. ആ സമയങ്ങളിലാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ ആ ഭാരം ഒതുക്കി വെക്കാലോ എന്ന് ഞാൻ ചിന്തിക്കും. അതുപോലെ ആ ചേച്ചിയും എന്നോട് പറയാണ്, ആരോടെങ്കിലും എനിക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പം അത് കുട്ടിയോട് ഇടയ്ക്ക് വിളിക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു ആശ്വാസമാണ്. അതാണെന്ന് പറഞ്ഞു. കാരണം ബന്ധുക്കളും അതുപോലെ തന്നെ ഒരുപാട് വലിയ ഫാമിലിയാണ് അവർ കേട്ടോ. അപ്പം സഹോദരങ്ങളായിട്ടും അതുപോലെ തന്നെ അമ്മയുടെ സഹോദരന്മാരുടെ മക്കളും എല്ലാവരും അടുത്തടുത്ത് വീടുകളെ വെച്ച് താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ താമസിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പരിഹാസ കഥാപാത്രമാവാൻ, അല്ലെങ്കിൽ തങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമ്മളതിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് അത് ഉൾക്കൊള്ളുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളടുത്ത് കേട്ടിട്ട് പിന്നെ നമ്മളതിനെ കുറ്റമായിട്ട് പറയും, അല്ലെങ്കിൽ അപ്പുറത്ത് മാറി നിന്നിട്ട് പറയും, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വേണം എന്നുള്ളത് പറയും. സ്വയം ഏത് കാര്യങ്ങളാണെങ്കിലും അവനവൻ അനുഭവിക്കുമ്പോൾ മാത്രമാണ് ആ വിഷമങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് പറയാൻ കാരണം, അവർക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മകൻ അമേരിക്കയിലാണ്, അവർ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് അവിടെ തന്നെ സെറ്റിൽഡാണ്. പിന്നെ മകള് നല്ല വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ജോലിയുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നില്ല, കാരണം അവരിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടല്ല, എന്നാലും അത് അവർക്കൊരു മാനസിക വിഷമം വേണ്ട, ഇനി ആരെങ്കിലും ആണെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെ ജോലി ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഹസ്ബൻഡ് മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞ് നമുക്ക് മിലിറ്ററിയിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ട്, VR എടുത്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നാട്ടിലാണ്. അപ്പോൾ ഈ നാട്ടിൽ ഇന്നത്തെ കാലത്തും ചിലപ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഓരോരുത്തരുടെ അനുഭവത്തിൽ നമുക്കിങ്ങനെ ഓരോന്ന് സംഭവിക്കുമ്പോൾ അന്ധവിശ്വാസമല്ല, നമ്മളത് സ്വയം വിചാരിച്ച് പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിവാഹമൊക്കെ കഴിച്ചു കൊടുത്തു, മകളേനെ വിവാഹം കഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടു. അപ്പം നമ്മൾ സ്വാഭാവികമായും നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം ജാതകമൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും, എന്തെങ്കിലും പരിഹാര മാർഗം അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറയും. അപ്പോൾ അവർ കുറച്ച് വഴിപാടുകൾ അമ്പലങ്ങളിലേക്ക് പറയും. അപ്പം നമ്മുടെ ഒരു മനസ്സിൻ്റെ സമാധാനത്തിന് നമ്മളത് ചെയ്യും. മാനസികമായിട്ട് ആ ഒരു അമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് കേട്ടോ. കാരണം എന്തിനും ഏതിനും അവർക്ക് എന്തൊക്കെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും അനുഭവിക്കാനോ അതെല്ലാം ആസ്വദിച്ച് ജീവിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇങ്ങനെ കേട്ടോ. കാരണം അവനവൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അത് നീറി ഇങ്ങനെ ജീവിക്കുക. നമ്മൾ ആ മക്കളുടെ അവസ്ഥ ഓർത്തിട്ട് ഈ അമ്മമാരിങ്ങനെ നീറി ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അച്ഛന്മാർക്ക് വിഷമമില്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഈ അമ്മമാർക്ക് ആരോടും പറയാൻ പറ്റാതെ അല്ലെങ്കിൽ ആരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ജ്യോത്സ്യനെ കണ്ടു, ജ്യോത്സ്യൻ അമ്പലങ്ങളിലേക്ക് വഴിപാടുകളൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുവിധം ഒന്നും മിണ്ടാതെ സംസാരിക്കാതെ ഇരിക്കുന്ന ആ വ്യക്തി കുറച്ചൊക്കെ ഈ കുട്ടിയോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. അവരുടെ വീട്ടിൽ നിന്ന് അവർ വേറെ പോവില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഹസ്ബൻഡ് അമ്മ പറഞ്ഞതിൽ അപ്പുറം നീങ്ങില്ല എന്നാണ് പറയുന്നത്. ഉപ്പ ആ കുട്ടിയോട് ഊണ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഊണ് കഴിക്കില്ല. ഇപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കില്ല. അതുപോലെ തന്നെ എന്തെന്നാണ്, ഇപ്പം നീ
അപ്പിടരുത് പറഞ്ഞാൽ അപ്പിടില്ല, അതന്നെ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. അപ്പം അമ്മ പറയുന്ന അതിലപ്പുറം ആ മകൻ പ്രവർത്തിക്കില്ല. പോരാത്തതിന് അവരുടെ ഒരു സഹോദരിയും കൂടെ ഉണ്ട്. അപ്പം ആ സഹോദരിയും അമ്മയും എന്താണോ പറഞ്ഞത് അതിലപ്പുറം ഈ മകൻ കേൾക്കില്ല, അല്ലെങ്കിൽ സഹോദരൻ കേൾക്കില്ല. അപ്പോൾ ഈ കുട്ടിക്ക് അവിടെ ജീവിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കെ ആ കുട്ടി ഗർഭിണിയായി, ഡെലിവറി ആയി, ഒരു കുട്ടിയായി. അപ്പോൾ ആ കുട്ടി അയച്ചാൽ കുട്ടീനെ ഒന്ന് എടുക്കാനോ നോക്കാനോ പോലും ഇവർ സഹായിക്കില്ല. അങ്ങനെ ഈ കുട്ടി കുറച്ച് നാൾ ജോലി ലീവൊക്കെ എടുത്ത് അങ്ങനെ ജീവിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി എപ്പോഴും പറയത്ര ഞാൻ വീട്ടിലേക്ക് വരിക, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അതായത് ഭർത്താവ് ഈ കുട്ടിയോട് മിണ്ടാനോ, കുട്ടി ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ അമ്മ ആയിക്കോട്ടെ സഹോദരി ആയിക്കോട്ടെ സമ്മതിക്കില്ല അത്ര. അപ്പോൾ ഈ കുട്ടി ഭർത്താവിനോട് മിണ്ടിക്കഴിഞ്ഞാൽ എങ്ങാനും ഒന്നായാലോ എന്നുള്ള ചിന്ത കൊണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഒരു കുട്ടിയായില്ലേ പിന്നെന്താണ്, ഒരു കുട്ടിയാവാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ, അപ്പോൾ ഒരു ദിവസം ഒന്നിച്ച് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു നേരം ഒന്നിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കിടക്കണില്ലേ. പക്ഷെ അവരോട് ചോദിച്ച വ്യക്തികൾ ഉണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്നും പറയാൻ പറ്റില്ല, ഞാനെല്ലാം ഇങ്ങനെ മനസ്സിലടക്കി വെക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാണ് അവരുടെ സഹോദരൻ്റെ ഭാര്യ, അതായത് ഈ ചേച്ചിയുടെ സഹോദരൻ്റെ ഭാര്യ ഈ ചേച്ചി അമ്പലത്തിലേക്ക് പോകുമ്പോൾ കളിയാക്കും, പുച്ഛിക്കൂത്ര. അതുപോലെ വിളക്ക് വെക്കുക, സമയത്ത് വിളക്ക് വെക്കുമ്പോൾ സന്ധ്യാസമയത്തൊന്നും നാമം ചെല്ലണമെന്നും ഇപ്പം ഇല്ല, എന്നാലും ആ വിളക്ക് വെക്കുമ്പോൾ നമ്മൾ വിളക്ക് തൊഴുകില്ല, അത് ചെയ്യില്ല. അവർ അമ്പലങ്ങളിലേക്ക് പോവില്ല, വ്രതങ്ങളും വഴിപാടുകളും എടുക്കില്ല, മത്സ്യമാംസങ്ങൾ അതായത് നമ്മൾ നോൺ വെജ് കഴിക്കില്ലല്ലോ, അങ്ങനെ നമ്മൾ ഉപവാസങ്ങൾ അല്ലെങ്കിൽ വ്രതങ്ങളൊക്കെ അതൊന്നുമില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ പോലും അവർക്ക് നോൺ വെജ് ഇല്ലാണ്ട് ഭക്ഷണം ഇറങ്ങില്ലാന്ന്. അങ്ങനെ ജീവിക്കുന്ന അവർക്ക് 2 പെൺകുട്ടികളാണ്. ആ 2 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ദൈവം ഉണ്ടോയെന്ന് തോന്നും കുട്ടി. ഞാനതുകൊണ്ട് എനിക്ക് തോന്നും ഞാൻ ഈ ദൈവത്തിനും വിളിക്കില്ല, ഒന്നും വിളിക്കില്ല എന്ന് തോന്നും. എനിക്ക് ആ ഒരു മകളല്ലേ ഉള്ളൂ, ആ മകൾക്ക് ഇങ്ങനെ വന്നില്ലേ, പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്താ എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കുറേ പറഞ്ഞ് കരഞ്ഞു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു കരഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, അവരുടെ മാനസിക വിഷമം ആരോടാ പറയുക. ഇപ്പോൾ സഹോദരൻ്റെ ഭാര്യ അല്ലെങ്കിൽ സഹോദരങ്ങൾ തന്നെ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഉൾക്കൊണ്ടോളണം. എത്ര സ്നേഹത്തോടെ പെരുമാറുന്നവരും കഴിയുന്നവരാണെങ്കിലും ഉൾക്കൊണ്ടോളണമെന്നില്ല. അതുപോലെ തന്നെ അയൽപ്പക്കങ്ങളിലുള്ളവരാണെന്നുണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്കത് എവിടെ പോയാലും ഇങ്ങനെ എനിക്ക് എപ്പോഴും ടെൻഷനാണ്, ഇങ്ങനെ വിഷമമാണ്. എൻ്റെ മകൻ എന്നെ ചീത്ത പറഞ്ഞു തുടങ്ങി. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ടെൻഷനായിട്ട് അമ്മ രോഗിയായിട്ട് മാറുകയാണ്, അമ്മയുടെ ആരോഗ്യം നോക്കിക്കോളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു അത്ര. അപ്പോൾ ഈ കുട്ടി മകളിപ്പോൾ ജോലിക്ക് വീണ്ടും പോയി തുടങ്ങി, കുട്ടീനെ ഇപ്പോൾ LKG ചേർത്തി. അപ്പോൾ ഈ കുട്ടിയുടെ സ്വഭാവത്തിലടക്കം മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്ന് പറയുകയാണേ. കാരണം അച്ഛനും അമ്മയും ആ കുട്ടീനെ ലാളിക്കണില്ല, സ്നേഹിക്കണില്ല. അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മയ്ക്കും മാനസികമായിട്ടുള്ള ഈ ടെൻഷനുകളും ജീവിതത്തിലെ ഈ ബുദ്ധിമുട്ടുകളിലും ഇടയ്ക്ക് ജോലിയുടെ ഭാരം എല്ലാം കൂടിയാകുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടിയോട് ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും. അച്ഛൻ പിന്നെ ഈ കുട്ടിയോട് ഒരിക്കലും നന്നായിട്ട് പെരുമാറണില്ല. അപ്പോൾ ഇവർ വീണ്ടും ജോത്സ്യനെയൊക്കെ കണ്ടു, അമ്പലങ്ങളിലൊക്കെ പോയി വഴിപാടുകളൊക്കെ ചെയ്തു. അമ്പലത്തിൽ ഏത് അമ്പലത്തിൽ പോയാലും എനിക്ക് തന്നെ പ്രാർത്ഥന ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരേ ഒരു കാര്യം സംഭവിച്ച മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകൻ ഇവരുടെ വീട്ടിലേക്ക്, അതായത് ഈ മകളുടെ ഭർത്താവ് ഇവരുടെ വീട്ടിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വരാറുണ്ട്, എല്ലാ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാറുണ്ട്, ഇപ്പോൾ എല്ലാവരുമായിട്ടും സംസാരിക്കാറുണ്ട്, അങ്ങനെയാണെന്ന്. പക്ഷേ ഈ മകളുടെ മാനസികാവസ്ഥ ആകെ താളം തെറ്റി. അപ്പോൾ ഈ മകൾ ഒരു വിധവയെ പോലെയാണ് അത്ര. ഡ്രസ്സിങ് ഇല്ല, പൂവ് വയ്ക്കില്ല, പൊട്ട് തൊടില്ല എന്ന് പറഞ്ഞ പോലെ എങ്ങനെയോ അങ്ങനെ നടക്കണു വരണു പോകണമെന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും കണ്ടു കഴിഞ്ഞാലും കുറ്റം പറയുന്നതും ഈ മകളേനെയാണ്. കാരണം അവ എത്ര നല്ല സ്വഭാവം, അവൻ എത്ര നന്നായിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, ഇവളുടെ സ്വഭാവം ഇങ്ങനെ, ഇവളെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പം സ്വാഭാവികമായും കൂടെ കിടക്കണോനെ രാപ്പനി അറിയുള്ളൂ പറഞ്ഞ പോലെ ആ കുട്ടി ജീവിക്കുന്ന രീതി ആ കുട്ടിക്ക് അറിയുള്ളൂ. ഇവരൊന്നിച്ചൊരു റൂമിലല്ല കഴിയുന്നത്. ഈ കുട്ടിയും അവരുടെ മകളും കൂടിയിട്ട് ഒരു റൂമിലും ഭർത്താവും മേലെ അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിന് ഈ കുട്ടി, അതായത് മകളുടെ അടുത്ത് ചോദ്യം ഇല്ലാതിരിക്കാനായിട്ട് അച്ഛൻ മുൻവിധിയോട് കൂടിയിട്ട് പറഞ്ഞു അത്ര, അച്ഛന് AC ഇല്ലാതെ കിടക്കാനായിട്ട് പറ്റില്ല, അപ്പം അമ്മയ്ക്ക് AC പറ്റില്ല, അതുകൊണ്ട് അച്ഛൻ മോളുടെ റൂമിൽ കിടക്കുകയാണ്, അപ്പം മോള് അമ്മയുടെ കൂടെ കിടന്നോളൂ, അമ്മയ്ക്ക് AC വേണ്ട, അമ്മ ഫാൻ ഇട്ടിട്ടാ കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി അത് അങ്ങനെയാണ് മനസ്സിലാക്കിയേക്കണം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ ഇപ്പോൾ പുറമേയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ആദ്യമൊന്നും കുട്ടീനെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പുറമേ പോയി കഴിഞ്ഞാൽ ബേക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരും. അപ്പോൾ ആ കുട്ടിക്ക് അച്ഛനെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല. ഇപ്പോൾ ആ കുട്ടിക്ക് പറയാനുള്ളത് അമ്മ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ മാനസിക വിഷമങ്ങൾ കാരണം ചിലപ്പോൾ ആ കുട്ടിയോടായിരിക്കും ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഈ ചേച്ചിക്ക് ഏറ്റവും വിഷമം എന്താ എന്നോട് പറയുന്നത് വെച്ചാൽ, ഒരു
പെൺകുട്ടിയാണ്. വളർന്നു വരുമ്പോൾ രണ്ടച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വഴി തെറ്റാനായിട്ട് എളുപ്പമാണ്. എനിക്കിപ്പോൾ അതാണ് ചിന്ത. എൻ്റെ മകളുടെ കാര്യങ്ങളോ ഇങ്ങനെയായി, ഇനിയിപ്പോൾ എൻ്റെ പേരക്കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കാതിരിക്കുമോ, എന്തെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതൊക്കെ തന്നെയാണിത്. ദൈവം എന്നൊന്നുണ്ടോ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ദൈവം നമ്മുടെ മുന്നിൽ കണ്ണടച്ചിരിക്കുകയാണോ എന്നുള്ളത് നമുക്ക് തോന്നും. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിനെ വിളിച്ചിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിനെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ടും നമുക്ക് ഓരോ അടി കിട്ടുമ്പോൾ നമ്മൾ തല ഉയർത്തി വരുന്ന സമയത്ത് വീണ്ടും ഒരു അടി കിട്ടുകയാണ്. അപ്പം അങ്ങനെ ജീവിതത്തിൽ നമ്മൾ സഹിച്ചിട്ട് നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, നമുക്ക് ശാരീരികമായും മാനസികമായും അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ എനിക്കിത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അയാൾ ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരു ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കൂടെയുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് അത് അങ്ങനെ ജീവിക്കുന്നവർക്ക് അറിയാം. പക്ഷെ പുറമേന്ന് നമ്മൾ മറ്റൊരാൾ അഭിപ്രായം പറയാനായിട്ട് പറ്റില്ല. കാരണം അനുഭവിക്കുന്നവർക്കാണ് അതറിയുള്ളൂ. ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കൂടെ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറണത് എന്താണെന്നുള്ളത് അനുഭവിക്കുന്ന വ്യക്തിക്ക് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ തളർത്തിക്കളയാണ്. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ പറയണത്ര, ഞാൻ മോളുള്ള കാരണമാണ് ഞാൻ ജീവിക്കുന്നത്, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നും എൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പറയും. അപ്പോൾ ഈ ചേച്ചി അത് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുകയാണെന്ന് പറയുകയാണെ. കാരണം എനിക്ക് അവളെ ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, അവൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം. പിന്നെ ഞാൻ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അത് ഞാൻ സമാധാനം ചിന്തിച്ചു. പക്ഷേ ഈ വ്യക്തിയുടെ അമ്മയുടെയും സഹോദരിയുടെ അടുത്തേക്ക്, അതായത് ആ തറവാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടുന്ന് ഭക്ഷണം കഴിക്കും വരും, ഇവിടുന്ന് ഒന്നും കഴിക്കില്ല, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് അന്ധവിശ്വാസം നമുക്ക് തോന്നും. പക്ഷേ ഇവർ ജ്യോത്സ്യനോട് ചെന്ന് ചോദിച്ചപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു അത്ര കൈവിഷം അകത്ത് ചെന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ഈ ചേച്ചി ഇപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒന്നും ചിന്തിക്കണില്ല. കാരണം എന്താ വെച്ചാൽ ദൈവത്തിനെ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ദൈവത്തിനോട് പറയുന്നുണ്ട്. അപ്പോൾ അതിലപ്പുറം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ബാക്കി എന്ത് കാര്യങ്ങളും നമ്മൾ ഇതിനായിട്ട് നടക്കണമെങ്കിൽ ഞാൻ തന്നെ നടക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ പോകണം. ഇനി വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ കുറിച്ച് മാത്രമേ എനിക്കിപ്പോൾ വിഷമമുള്ളൂ. അപ്പോൾ വഴി തെറ്റി പോകാനും ചാൻസാണ് ഇങ്ങനത്തെ കുട്ടികളാണ്. എവിടുന്നെങ്കിലും ഒരിത്തിരി സ്നേഹം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോകുന്നതും ഈ കുട്ടികളാണ്. ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അത് ആരോടും പറയാൻ പറ്റാതെ ഞാൻ നെഞ്ചിലിങ്ങനെ ഇടയ്ക്ക് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് ഞാൻ കുട്ടീനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി പറഞ്ഞോളൂ, എനിക്കറിയാം ചേച്ചി പറയുന്ന ആ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചേച്ചിയുടെ മനസ്സിൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പറഞ്ഞോളൂ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമുക്ക് ഒരാൾക്ക് ഒന്നും കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ ബുദ്ധിമുട്ടുകളെല്ലാം തീർത്തിട്ടോ ജീവിക്കാനായിട്ട് കഴിയില്ല. പിന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ, പ്രത്യേക കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാരണങ്ങൾ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പലരുടെ അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്ന പോലെ നമ്മളത് ആ അനുഭവങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, എത്രയോ പേര് അപ്പം ചോദിക്കും, ഇങ്ങനെ എന്തിനാ ജീവിക്കണേ, ഇട്ടിട്ട് പോകുന്നൂടെ എന്ന് ചോദിക്കും. അപ്പം സമൂഹത്തിൽ നിലയും വിലയുമുള്ള വ്യക്തികളായിട്ട് ജീവിക്കുക, അവർ വലിയൊരു പൊസിഷനിൽ ഇരുന്ന് റിട്ടയർഡായി, അച്ഛനും അമ്മയും നല്ല പൊസിഷനിൽ ഇരുന്ന് റിട്ടയർഡായിട്ട് വരുന്നു, ആകളൊരു മകളാണ്, ആ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായും ഇന്നിപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടിട്ട് മോളങ്ങനെ ബുദ്ധിമുട്ടണ്ട അങ്ങോട്ട് പോകുന്നോ, നമ്മുടെ വീട്ടിൽ ജീവിക്കാം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയാതെ എന്തെന്നാ പറയുക, നമ്മൾ ദുരഭിമാനം വിചാരിച്ചിട്ട് മക്കളെ നിർത്തി പോരുന്നവരും ഉണ്ട്. ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ മുഴുവനായിട്ടും അവരെയും കുറ്റം പറയണില്ല, മുഴുവനായിട്ട് അവരുടെ ഭാഗത്ത് ശരിയാണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഒരുപാട് പേര് ഇതുപോലെ അനുഭവിക്കുന്നുണ്ട്. ഈ ദുരനുഭവങ്ങൾ അനുഭവിച്ചിട്ട് ഒരുപാട് പെൺകുട്ടികൾ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇങ്ങനെ തങ്ങളുടെ മക്കളേനെ വിവാഹം ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ തങ്ങളുടെ ആൺമക്കളേനെ ഇങ്ങനെ വിവാഹം കഴിപ്പിച്ചിട്ട് ഇതുപോലെ തന്നെ തൻ്റെ മടിയിൽ വെച്ച് വളർത്താനാണ് ആഗ്രഹിക്കുന്ന അമ്മമാർ, അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരനെ എവിടേക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇരിക്കുന്ന സഹോദരിമാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരനെ അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ ഒരിക്കലും വിവാഹം കഴിപ്പിച്ച് കൊടുക്കരുത്. കാരണം ഇങ്ങനെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ജീവിതം മാത്രമല്ല, അവ മൊത്തം ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത തലമുറയുടെ ജീവിതനാശം കൂടി നമുക്ക് കാണേണ്ടതായിട്ട് വരും. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും എങ്ങനെയൊക്കെ പുരോഗതിയിലേക്ക് എത്തി എന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും പുരോഗതിയിലേക്ക് എത്തുന്നില്ല. ഒരുപാട് ചക്കലല്ലോ ചൂ നോക്കാൻ, നമ്മൾ നല്ല വിദ്യാഭ്യാസം ഉണ്ട്, നല്ല ജോലിയുണ്ട്, പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊക്കെയല്ലേ നമ്മൾ സാമ്പത്തികമായിട്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ സ്റ്റാറ്റസിന് കുറവില്ല,
ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്കൊരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് അവർ നന്നായി ജീവിക്കണം എന്നുള്ളതാണ് ഏതൊരു അമ്മയുടെയും ആഗ്രഹം, അല്ലെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ആഗ്രഹം അല്ലേ. സഹോദരന്മാരുണ്ടെങ്കിൽ അവരും അതിനെ ചിന്തിക്കുക, തങ്ങളുടെ സഹോദരി നല്ല രീതിയിൽ ജീവിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷെ ജീവിതം ഇങ്ങനെ താറുമാറായിട്ട് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ ആ വിഷമം, അത് മറ്റുള്ളവരോട് തുറന്നു പറയാൻ പറ്റാത്തൊരു വിഷമം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ അപഹാസ്യരായിട്ട് നിൽക്കുന്ന ഒരു വിഷമങ്ങൾ, ഇതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ പറയും അവളുടെ സ്വഭാവം അങ്ങനെയാണ്, അയാൾ എത്ര നല്ല മനുഷ്യനാണ്, അങ്ങനെ പെരുമാറുന്ന ആൾക്കാരുണ്ട്, തനി ടോക്സിക് ആയിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഭർത്താവ് എത്ര നല്ലവനായിരുന്നാലും ആ ഭർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സഹോദരിയും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞു, നേരം വെളുക്കണു, രാത്രിയാവണു, പണികൾ ചെയ്യണു, പക്ഷെ ആ മാനസികാവസ്ഥ, ആ മനസ്സിൻ്റെ ഒരു വേദന ഒരാളോടും പറയാനായിട്ട് കഴിയില്ല. അനുഭവിക്കുന്നവർക്കാണ് അതറിയുള്ളൂ. ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ ദുഃഖങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ അനുഭവിക്കാത്തവർ പറയും, ഇതിപ്പോൾ എന്താ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവളുടെ അടുത്തും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. ഞാൻ പലരുടെയും കേട്ടിട്ടുണ്ട്. കാരണം നമ്മളും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, നമ്മോടൊപ്പം പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലരും ഭർത്താവിനെ അധികാരത്തോടു കൂടി പെരുമാറുന്ന പെൺകുട്ടികളുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. മുഴുവനായും സ്ത്രീകൾ പാവങ്ങളാണെന്ന് ഞാൻ പറയില്ല, സ്ത്രീകളുടെ അടുത്തുള്ളവരും ഉണ്ട്. പക്ഷെ അനുഭവിക്കുന്നവർ ചിലപ്പോൾ നല്ല തൻ്റെടും കാര്യപ്രാപ്തിയുള്ള ഒരു സ്ത്രീക്ക് നല്ലൊരു ഭർത്താവിനെ ആയിരിക്കും കിട്ടുക. തീരെ പാവങ്ങളായിട്ടുള്ളവർക്ക് എന്തും അടിച്ചമർത്തുന്ന ഭർത്താവും അല്ലെങ്കിൽ ഭർത്തൃമാതാവുമായിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സുഹൃത്തിനെ പോലെ വരുന്ന മരുമകളോട് പെരുമാറിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ തൻ്റെ മകളെ പോലെ തൻ്റെ വീട്ടിലേക്ക് വരുന്ന മരുമകളോട് പെരുമാറിക്കൊള്ളണമെന്നില്ല. നമ്മൾ അങ്ങനെയൊന്നും പറയണില്ല. എന്നാലും നമ്മളും ഒരു കാലത്ത് ഇത് മായമ്മയുടെ കീഴിൽ ജീവിച്ചതായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മകളും ഇതുപോലെ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട. നമുക്ക് മനുഷ്യ മനസ്സ് എന്നൊരു, അതായത് മറ്റുള്ളവരോടുള്ള സഹിഷ്ണുത, അല്ലെങ്കിൽ അവരോടുള്ള മറ്റൊരു വ്യക്തിയോടുള്ള ആ കരുതലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊന്നും പെരുമാറില്ല അല്ലേ. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷങ്ങളും സമാധാനങ്ങളും മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ നമുക്ക് വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണം. അപ്പോൾ ആ മരണം എപ്പോഴാണ് ആർക്കാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ദുരന്തങ്ങളും കൊടുക്കാതെ നമ്മളായിട്ട് സമാധാനമായിട്ട് പെരുമാറാനും സ്നേഹവും കരുതലായിട്ട് പെരുമാറാനും അങ്ങനെ ശ്രമിക്കാനും അതുപോലെ തന്നെ ജീവിക്കാനും ശ്രമിക്കുക അല്ലേ. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ആളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തി കൊടുക്കാനായിട്ട് കഴിഞ്ഞോളണമെന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ടും കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ നമുക്കൊന്ന് ചിരിക്കാനും സംസാരിക്കാനും കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നമുക്കത് പരിഹാരമാണ്. ഒരുപാട് നമുക്ക് ഒരു പുഞ്ചിരി, സ്നേഹത്തോട് കൂടിയിട്ടൊരു പുഞ്ചിരി, അല്ലെങ്കിൽ നിനക്ക് ഞാനുണ്ട്. ഇപ്പോൾ എന്തൊക്കെ ആ ഭർത്തൃമാതാവും സഹോദരിയും ആ കുട്ടീനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും ഈ ഭർത്താവ് നല്ലതാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കരുതലും സ്നേഹവും എന്ന് വേണ്ട, ആ കുട്ടിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ. കാരണം നീ വിഷമിക്കേണ്ട, അമ്മ എന്തോ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ചേച്ചി എന്തോ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അനിയത്തിയാണെങ്കിൽ അനിയത്തി എന്തോ പറഞ്ഞോട്ടെ, നിനക്ക് ഞാനുണ്ട്, ഒന്നും വിഷമിക്കേണ്ട എന്നുള്ളൊരു വാക്ക് മതി നമുക്ക് ജീവിച്ചു പോകാനായിട്ട്. അത് നമുക്ക് എപ്പോഴും പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും കാണിക്കേണ്ട, അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കാണിക്കേണ്ട എന്ന് പറഞ്ഞാലും ആ സ്നേഹവും കരുതലും നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ ഒരു തലോടൽ മതി, അല്ലെങ്കിൽ ഒരു വാക്ക് മതി, അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിച്ച് കൊണ്ടുവന്ന് തന്നാൽ മതി. ആ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അല്ലാതെ തിരിച്ച് നമുക്കിതൊന്നും ചെയ്യാതെ നമ്മളെ അവർ കുടിച്ചിലേക്ക് കെട്ട് വരുന്ന മദ്യപിച്ച് വരുന്ന ഒരു ഭർത്താവാണ്, ആ ഭർത്താവിൻ്റെ അടിയും ഇടിയും തൊഴിയും അല്ലെങ്കിൽ വാക്കുകളെ കൊണ്ടുള്ള ആ ബുദ്ധിമുട്ട്, അതായത് മാനസികമായിട്ട് മനസ്സിനേൽക്കുന്ന മുറിവുകൾ ഉണ്ടാക്കുന്ന വാക്കുകളുണ്ട്. ആ ഒരു വാക്ക് കേട്ട ആ നിമിഷം നമുക്ക് മരിച്ചു പോകാനായിട്ട്, അല്ലെങ്കിൽ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ, അതൊക്കെ കേട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇനി ഒരിക്കലും ഒന്നും കിട്ടാനില്ലാത്ത ആ ഒരു അത്രയും ദുരിതമാണ് ആ ജീവിതം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർക്കും അല്ലെങ്കിൽ അനുഭവിച്ചവർക്കും അതറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ഭർത്താവിനെ ഇട്ടിട്ട് പോക്കൂടെ എന്ന് ചോദിക്കും. പക്ഷെ ചിലർക്ക്
പലവിധ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ സ്നേഹത്തിൻ്റെ കെട്ടുപാടുകളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ എല്ലാം എന്ന് നമ്മൾ ചിന്തിച്ച് ജീവിച്ച് പോകുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇട്ടിട്ട് പോകാനായിട്ട് കഴിയില്ല. അങ്ങനെ ജീവിച്ച് പോകുന്നവരും ഉണ്ട്. അപ്പം എന്തായാലും ഇങ്ങനെ ഒരുപാട് പേര്, ഒന്നല്ല ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ ആ വീട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പെൺമക്കൾ നമ്മളോട് പറയുമ്പോൾ അതങ്ങനെയല്ല, നീ അനുഭവിക്കുക, അല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നീ അവിടെ എങ്ങനെയൊക്കെ പിടിച്ച് നിൽക്ക്, ഇതൊക്കെ തന്നെ എല്ലാവർക്കും ജീവിതത്തിൽ സുഖമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ജീവിക്കണേ എന്ന് പറഞ്ഞ് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കാതെ എന്ന് വെച്ചിട്ട് എല്ലാവരും ഡൈവേഴ്സ് വാങ്ങി പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ അനുഭവിച്ച് ആ കുട്ടി മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ പോലെയാണ് ആ കുട്ടി ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം കിട്ടിയിട്ട് എന്താ കാര്യം? അവനവൻ്റെ ഉണ്ടായ ഒരു കുട്ടീനെ സ്നേഹിക്കാനും ആ കുട്ടീനെ ലാളിക്കാനും ആ കുട്ടിക്ക് പറ്റണില്ല, മാനസികമായിട്ട് ആ കുട്ടിക്ക് കഴിയണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെയുള്ളവർ നമ്മുടെ ദുരഭിമാനം മാറ്റിവെച്ച് നമ്മുടെ മക്കൾക്ക് ഇനിയൊരു വിവാഹമില്ലെങ്കിൽ വേണ്ട, ഇനിയൊരു ജീവിതമില്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വിവാഹപ്രായം എത്തി വിവാഹാലോചനകൾ നടക്കുന്ന സമയത്ത് ഏതൊരു പെൺകുട്ടിയും ഇന്ന് ശ്രമിക്കുന്നത് അവനവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനും ജോലി നേടി സ്വയം കാര്യപ്രാപ്തി ചെയ്യാനുമായിട്ടാണ് അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അത് അവരുടെ തൻ്റേടാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇന്ന് ഓരോ പെൺകുട്ടികളും ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഈ കാലഘട്ടത്തിലാണ് ഞാനൊരു ഭാര്യയായിട്ട് ചെന്നതെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് എന്നോ രക്ഷപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തികളും ഇന്നുണ്ട് കേട്ടോ. ഈ പ്രായഘട്ടത്തിൽ എൻ്റെ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പലരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം അവർ തൻ്റെടല്ല ഇന്നത്തെ തലമുറയിൽ ഇങ്ങനെ കാണിക്കുന്നത്, അവർ വിവാഹം വേണ്ട എന്ന് പറയുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നമ്മൾ കൊണ്ടുചെന്ന സ്വർണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സാമ്പത്തികമായ സഹായങ്ങളോ അല്ലെങ്കിൽ പോട്ടെ എന്ത് കാര്യങ്ങൾക്കും പോരാ 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 എന്ന് പറഞ്ഞ് വാക്കുകളെ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വേണ്ട എന്ന് ചിന്തിച്ചിട്ട് എങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുക അല്ലെങ്കിൽ എങ്ങനെയുള്ള ഫാമിലിയെ നമുക്ക് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾ വിവാഹത്തിനായിട്ട് മടിക്കുന്നതും. അപ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് ഒരിക്കലും അധികപ്പറ്റല്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ ആ ജീവിതം മുരടിച്ച് തീർന്നു പോകുന്ന വരുന്ന തലമുറയെ കൂടി മുരടിക്കാതെ അല്ലെങ്കിൽ വരുന്ന തലമുറയെ കൂടി നശിപ്പിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരിക. അവർക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചോട്ടെ. ഇനിയൊരു വിവാഹമോ അല്ലെങ്കിൽ ഇനിയൊരു ജീവിതം വേണ്ടെങ്കിൽ വേണ്ട. ഒരു കുട്ടി കയ്യിലുണ്ടെന്ന് വെച്ചാലും ആ കുട്ടീനെ വളർത്തിക്കൊണ്ടുവരാനും ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാനും ആ കുട്ടീനെ സന്തോഷമായിട്ട് ആ കുട്ടിയുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനും ശ്രമിക്കുക. അല്ലാതെ അങ്ങനെ ഒരു കുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ചേച്ചി എന്നോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. നമുക്ക് ചിലപ്പോൾ പറയും ഉണ്ണാനും ഉടുക്കാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടില്ലല്ലോ, പിന്നെ എന്താ നിനക്ക് ജീവിക്കുക എത്ര കഷ്ടം എന്ന് ചിന്തിക്കും. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മാനസികമായൊരു സമാധാനം വേണം, മാനസികമായ ഒരു സന്തോഷം വേണം. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ.